കേരളത്തിലെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വന്നിരിക്കുന്നു. സംസ്ഥാനത്തെ കർഷകരെ പിന്നിൽ നിന്ന് കുത്തുന്ന വലിയൊരു ചതിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും ആഗോള മദ്യക്കുത്തകൾക്ക് കേരളത്തിൽ വഴിവിട്ട രീതിയിൽ പരവതാനി വിരിക്കാനാണ് ധനബില്ലിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്നും തോമസ് ഐസക് കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ അതീവ ഗുരുതരമായ സാമ്പത്തിക കോർപ്പറേറ്റ് ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് വൻകിട കമ്പനികൾക്ക് കോടികളുടെ ലാഭമുണ്ടാക്കി കൊടുക്കാനുള്ള അണിയറ നീക്കമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. കേരളത്തിലെ പുതിയ മദ്യനയത്തിൽ ആഗോള മദ്യഭീമനായ ബക്കാഡി കമ്പനിയെ മുൻനിർത്തി മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമായ ഒരു കോർപ്പറേറ്റ് അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നേക്കാവുന്ന എല്ലാ രാഷ്ട്രീയ പ്രതിരോധങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അക്കമിട്ട് നിരത്തിയാണ് അദ്ദേഹം കാര്യങ്ങൾ പൊളിച്ചെടുക്കുന്നത്. ബക്കാഡി കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് LDF സർക്കാരാണെന്ന UDFന്റെ പ്രചാരണം വെറും പുകമറ മാത്രമാണെന്ന് തോമസ് ഐസക് വ്യക്തമാക്കുന്നു. ഈ കമ്പനിക്ക് സംസ്ഥാനത്ത് വഴിവിട്ട രീതിയിൽ പരവതാനി വിരിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ട് ഇടപെട്ടതിന്റെ കൃത്യമായ തെളിവുകളാണ് അദ്ദേഹം പുറത്തുവിടുന്നത്. കേരള വിപണിയിൽ പ്രവേശിക്കാൻ ബക്കാഡി കമ്പനി മുൻപ് നടത്തിയ നീക്കങ്ങളും അതിൽമേൽ LDF സ്വീകരിച്ച നിലപാടും എന്തായിരുന്നുവെന്ന് തോമസ് ഐസക് കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. കുറഞ്ഞ വീര്യമുള്ള മദ്യത്തിന് കൃത്യമായ നികുതി ഘടന സംസ്ഥാനത്ത് നിലവിലില്ലായിരുന്നു. ഈ ഒരു പ്രധാന കാരണം മുൻനിർത്തിയാണ് ബക്കാഡി കമ്പനി സമർപ്പിച്ച അപേക്ഷ GST കമ്മീഷണർ കർശനമായി നിരസിച്ചത്. സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നതിനാൽ മുൻ LDF സർക്കാർ ബക്കാഡി കമ്പനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ യാതൊരുവിധ അനുമതിയും നൽകിയിരുന്നില്ലെന്ന് ഐസക് അടിവരയിട്ട് പറയുന്നു. വർഷങ്ങളായി ഈ ആഗോള കമ്പനിക്ക് മുന്നിൽ അടഞ്ഞുകിടന്ന ഈ വാതിലുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ടിടപെട്ട് ഒറ്റയടിക്ക് തുറന്നു കൊടുക്കുന്നത്. വരാനിരിക്കുന്ന ധനബില്ലിലൂടെ ഈ തടസ്സങ്ങളെല്ലാം സർക്കാർ ബോധപൂർവം എടുത്തു മാറ്റുകയാണെന്ന് തോമസ് ഐസക് കുറ്റപ്പെടുത്തുന്നു. കുറഞ്ഞ വീര്യമുള്ള മദ്യത്തിന് നികുതി നിശ്ചയിക്കാത്തത് കൊണ്ട് മാത്രമാണ് ബക്കാഡി കമ്പനി ഇതുവരെയും കേരള വിപണിയിൽ പ്രവേശിക്കാൻ കഴിയായിരുന്നത്. ആ ഒരു വലിയ സാമ്പത്തിക തടസ്സമാണിപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ടിടപെട്ട് ധനബില്ലിലൂടെ ഇല്ലാതാക്കുന്നത്. ഇത് സംസ്ഥാനത്തെ സാധാരണക്കാരായ കർഷകരോട് സർക്കാർ കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഈ നികുതി ഇളവ് സാധാരണ ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, മറിച്ച് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിൽ വന്ന് കോടികൾ ലാഭമുണ്ടാക്കി കൊടുക്കാനുള്ള വ്യക്തമായ അണിയറ നീക്കമാണെന്നാണ് ഐസക്കിന്റെ സാമ്പത്തിക വിശകലനം. പ്രാദേശിക കർഷകരെയും ഉൽപ്പാദകരെയും സംരക്ഷിക്കുന്നതിന് പകരം ആഗോള മദ്യക്കുത്തകൾക്ക് വഴിവിട്ട സഹായം നൽകുന്നതിലൂടെ മുഖ്യമന്ത്രി ജനവഞ്ചനയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും തോമസ് ഐസക് കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. വ്യാജമദ്യ ദുരന്തങ്ങൾ ഒഴിവാക്കാനും സ്ഥിരം മദ്യപാനികൾക്ക് നല്ല സാധനം കൊടുക്കാനുമാണ് വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നതെന്ന K മുരളീധരന്റെ വാദത്തിന് പിന്നിൽ കുത്തക കമ്പനികളോടുള്ള പ്രേമമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ബക്കാഡിയും റിലയൻസും പോലെയുള്ള വമ്പൻ കമ്പനികളെ ഇറക്കി മദ്യം വിൽക്കണമെന്നും ഐസക് ചോദിച്ചു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ പാടില്ലെന്ന് നിലവിലെ എക്സൈസ് മന്ത്രി M ലിജു പറയുന്നതൊക്കെ വെറും ജലരേഖയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന ധനബില്ലിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം നികുതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ എക്സൈസ് മന്ത്രി വിചാരിച്ചാൽ പോലും പിന്നീട് ഈ കുത്തകകളെ തടയാൻ കഴിയില്ലെന്നും തോമസ് ഐസക് ഓർപ്പിച്ചു. തോമസ് ഐസക് ഉയർത്തിയ ഈ കോർപ്പറേറ്റ് അഴിമതി ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഭരണപക്ഷമായ UDFിലും നടക്കുന്നത്. മദ്യനയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കടുത്ത അതൃപ്തിയിലാണ്. ജൂലൈ 1 ധനബില്ല് സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം മാത്രം UDF യോഗം വിളിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പുകച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്.